UDF വി.ഡി. സതീശൻ പറഞ്ഞ പോലെ സീറ്റുകൾ നേടി അധികാരത്തിൽ വന്നില്ലെങ്കിൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാകാൻ പോകുന്നത് അദ്ദേഹത്തിന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തില് ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഒരുപക്ഷെ സന്തോഷിക്കാൻ സാധ്യതയുള്ള ഒരു കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നത് കെ. സുധാകരനായിരിക്കും. വനവാസത്തിന് അദ്ദേഹത്തിനോട് വനവാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകണം. അത് വാക്ക് പാലിക്കണമല്ലോ ഇങ്ങനെയൊക്കെയാണ് കെ. സുധാകരൻ ഈ വി.ഡി. സതീശന്റെ വനവാസവുമായി ബന്ധപ്പെട്ടിട്ട് പ്രതികരണമൊക്കെ നടത്തിയത്. അപ്പം എന്താണ് കെ. സുധാകരന്റെ ലക്ഷ്യം ഇവിടെ? കെ. സുധാകരൻ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. പിണറായി വിജയനെതിരെ ഇത്രയധികം രൂക്ഷമായി ആഞ്ഞടിച്ചുള്ള മറ്റൊരു നേതാവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കണ്ണൂരിൽ പിണറായിയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ഗുണ്ടായിസ രാഷ്ട്രീയത്തോട് അതേ നാണയത്തിൽ ഏറ്റുമുട്ടിക്കൊണ്ട് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമെന്നല്ല. എന്നാൽ ഗുണ്ടായിസത്തിന് ഗുണ്ടായിസം, അടിക്കാൻ അടി, ഇടിക്കാൻ ഇടി എന്നുള്ള രൂപത്തിൽ കണ്ണിന് കണ്ണ്, മൂക്കിന് മൂക്ക്, ചുണ്ടിന് ചുണ്ട്, എന്തിനാണെങ്കിലും അതേപടി തിരിച്ചടിക്കുക എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ് കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ പറ്റിയത്. അതിന് നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ ഒരു ഭാഗത്താണ്, മറുഭാഗത്ത് കെ. സുധാകരനാണ്. മറുഭാഗത്ത് RSSും ഇതേപോലെ വളർന്നു. പിന്നെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസും നാൽപ്പാടി വാസുവിൻ്റെ മരണം അടക്കമുള്ള കാര്യങ്ങൾ കാലത്ത് കോൺഗ്രസും CPM ആണെങ്കിൽ പിന്നീട് CPM-ഉം RSSുമായിട്ടുള്ള ഏറ്റുമുട്ടൽ വന്നു. അപ്പോഴും RSSകാരെ അടക്കം സഹായിക്കാൻ വേണ്ടി സുധാകരൻ മുതിർന്നു. കാരണം ഏറ്റവും വലിയ പൊതുശത്രു എന്നത് പിണറായി വിജയനും അതേപോലെ ഗുണ്ടാ മാഫിയ സംഘമായിരുന്നു. കണ്ണൂരിലെ ചോരക്കൊതിയന്മാരായ CPM-ന്റെ ചോര വേട്ടയ്ക്ക് നായ്ക്കളെ പോലെ മനുഷ്യരെ വേട്ടയാടി കൊന്നുന്ന രീതിക്കെതിരെ അതേ നാണയത്തിൽ തിരിച്ചടിച്ചാൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചത് കെ. സുധാകരനാണ്. അങ്ങനെയുള്ള കെ. സുധാകരൻ ഏറ്റവും അധികം ആഗ്രഹിച്ചത് പിണറായി വിജയൻ്റെ ഭരണം അവസാനിക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ കാളക്കൂട വിഷമാണ് പിണറായി വിജയൻ. ആ പിണറായി വിജയനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി അദ്ദേഹം നടത്തിയുള്ള പോരാട്ടങ്ങൾ നമ്മൾ എല്ലാ ബഹുമാനത്തോടും കൂടിയാണ് കാണുന്നത്. എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ വിളിച്ച് ആശ്വസിപ്പിക്കുകയും പോലീസിനെ വിളിച്ച് ചീത്ത പറയുകയും ചെയ്തിട്ടുള്ള, കള്ളക്കേസ് എടുത്തതിനെതിരെ പോലീസിനെ വിളിച്ച് ചീത്ത പറയുകയും വിരട്ടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് കെ. സുധാകരൻ. എനിക്ക് അദ്ദേഹത്തോട് ആ കടപ്പാടുണ്ട്. ലാവ്ലിൻ കേസുള്ള സമയത്ത് അദ്ദേഹം എനിക്ക് ഭയങ്കരമായ സഹായം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല P. ശശിക്കെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ഞാൻ കണ്ണൂരിൽ കോടതിയിൽ പോയപ്പോൾ എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. ഞാൻ പറയാതെ തന്നെ എന്നെ വിളിച്ച് അവിടെ ഞാൻ വരുന്നതറിഞ്ഞ് എനിക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തി എന്നെ ട്രെയിൻ കയറ്റുന്നവരെ അവിടെ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് കെ. സുധാകരൻ. അപ്പോൾ കെ. സുധാകരനോട് എനിക്ക് അന്നും ഇന്നും ബഹുമാനമുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ കെ. സുധാകരൻ്റെ വിലയും നിലയും നശിപ്പിക്കുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഞാൻ കേരളത്തിൽ ഈ ഇലക്ഷൻ്റെ ഭാഗമായിട്ട് പബ്ലിക് ഒപ്പീനിയൻ നേരിട്ടെടുക്കുകയുണ്ടായി. പബ്ലിക് ഒപ്പീനിയൻ പല സ്ഥലത്തും ആളുകൾ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, കോൺഗ്രസ്സിൽ കലാപമാണ്, എങ്ങനെയാണ് അവർ ഭരിച്ചാൽ സമാധാനം ഉണ്ടാകാൻ പോകുന്നത്. അതിന് കാരണം പറഞ്ഞുള്ളത് കെ. സുധാകരൻ അവിടെ സ്ഥാനത്തിന് വേണ്ടി, സീറ്റിന് വേണ്ടി, കണ്ണൂരിൽ മത്സരിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളാണ്. അത് അദ്ദേഹത്തിൻ്റെ വില നശിപ്പിച്ചു എന്ന് മാത്രമല്ല, അതുവരെ UDFനെ ഒറ്റക്കെട്ടായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരുന്ന UDFനെ തിരിച്ചടിയായി ഒരു പരിധിവരെ ഇലക്ഷൻ എന്നുള്ള സത്യം. ഏറ്റവും ചുരുങ്ങിയത് 2-3% വോട്ടെങ്കിലും അതുകൊണ്ട് UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓരോ വോട്ടും വിലപ്പെട്ടതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് കെ. സുധാകരൻ അങ്ങനത്തെ ഒരു കളി കളിച്ചത്? കാരണം ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. പിണറായി വിജയനെതിരെയുള്ള കേരള LDFനെതിരെയുള്ള CPM കിരാത ഭരണത്തിനെതിരെയുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനം കോൺഗ്രസ്സുകാർ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമ്പോൾ, വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനത്തെ ഒരു കാര്യത്തിന് പോയത്? അതിന് കാരണം അദ്ദേഹം വി.ഡി. സതീശനുമായുള്ള ഒരു അകൽച്ച വന്നിരുന്നു. അതിന് കാരണം വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായ ശേഷം ഇദ്ദേഹം സംസ്ഥാന കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ഈ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് മറവി രോഗമടക്കമുള്ള അസുഖങ്ങൾ വരുന്നത്. ആ സന്ദർഭത്തിൽ വി.ഡി. സതീശൻ തന്നെ നേരിട്ട് ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കേണ്ടി വന്നു. ആ മേൽനോട്ടം വഹിച്ച നമുക്കറിയാം, തൃക്കാക്കര മണ്ഡലത്തിൽ 14,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് 25,000 വോട്ടിന് വിജയിപ്പിക്കാൻ നേതൃത്വം കൊടുത്തത് വി.ഡി. സതീശനാണ്. അവിടെ കെ. സുധാകരൻ വന്ന് നിന്നിട്ടല്ല പരിപാടി നടത്തിയത്. അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ 20 മന്ത്രിമാരും വന്ന് നിന്നിട്ടാണ് ആ യുദ്ധം നടത്തിയത്. എന്നിട്ടും ഭയങ്കര വിജയം നേടി. എന്തിന്? അതിനുശേഷം ഇവിടെ പുതുപ്പള്ളിയിൽ 9,000 വോട്ടിന് ഉമ്മൻചാണ്ടി ജയിച്ച സ്ഥലത്ത് 38,000 വോട്ടിനാണ് അവിടെ ജയിച്ചത്. അവിടെയും ഞാൻ നേരിട്ട് വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിലുള്ള
പ്രവർത്തനം ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ആ പ്രവർത്തനത്തെക്കുറിച്ച് എന്നോട് ചാണ്ടിമൻ പറഞ്ഞത് എല്ലാം നോക്കുന്നത് ആരാണ്, VD സതീശനാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നേതൃത്വത്തെ നമുക്ക് അംഗീകരിക്കേണ്ട ഒരവസ്ഥ തന്നെ. പിന്നീട് ഘട്ടം ഘട്ടമായി കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള UDFനെ സജ്ജമാക്കുന്നതിൽ ഇവിടെയുള്ള KPCC നേതൃത്വത്തെക്കാളും ഒറ്റയ്ക്ക് VD സതീശൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് തുടർന്നുള്ള ഇലക്ഷനുകളിലെല്ലാം തന്നെ ഉപതെരഞ്ഞെടുപ്പാകട്ടെ, അതായത് നമ്മളെ പാലക്കാട് ഇലക്ഷനായാലും ചേലക്കരയിൽ തോറ്റിട്ടാണെങ്കിലും 28,000 വോട്ടിന് LDF നഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ പാലക്കാട് നിലമ്പൂർ ഇലക്ഷനിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം പോരാട്ടം നടത്തി. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാടെടുത്തുകൊണ്ടാണ് കോൺഗ്രസിന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എങ്ങനെയാണോ സരിതാ നായരുടെ വിവാദത്തിൽ പെട്ടുപോയത്, അതേപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് വിഷയമെടുത്ത് പിണറായി വിജയൻ കത്തിച്ചിരുന്നേനെ, വലിയ തിരിച്ചടി കിട്ടിയിരുന്നേനെ. ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും UDFനെ എല്ലാ മേഖലയിലും വളർത്തിയെടുത്ത് ശക്തമാക്കി എല്ലാ നേതാക്കന്മാരെയും ഒരേ കൊടക്കീഴിൽ കൊണ്ടുവന്ന് ടീം UDF എന്നുള്ള നിലയിൽ മുന്നണിയും കൊണ്ടുവന്ന് അങ്ങനെ നയിച്ച് അദ്ദേഹം ഉണ്ടാക്കിയ, കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്തൊരു കാര്യം ഒരു പരിധിവരെ എത്തിയപ്പോഴാണ് പിന്നീട് ഇലക്ഷൻ്റെ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം കാണിച്ചത്. അതായത് K. സുധാകരൻ മത്സരിക്കണം എന്ന് പറഞ്ഞു ചെറിയ കുട്ടളമാതിരി പിടിവാശി കാണിച്ചത്. അദ്ദേഹം MP അല്ലേ, സ്വാഭാവികമായിട്ട് മറ്റുള്ള MP-മാർക്കും ഇതേപോലെ മത്സരിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ള ചിന്തിക്കണ്ടേ. അദ്ദേഹത്തിന് MP സ്ഥാനം കൊടുത്ത് ബഹുമാനിച്ച സ്ഥലത്ത് വേറെ ആൾക്കാർ വരട്ടെ, അദ്ദേഹത്തിന് 81 വയസ്സായി, പുതിയ ധാരാളം ആളുകൾ വരാനുണ്ടല്ലോ, അതൊന്നും നോക്കാതെ പിടിവാശിയായിരുന്നു. അതിനുശേഷം ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യം രമേശ് ചെന്നിത്തല വരട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വെറുതെ ആവശ്യമില്ലാത്ത ഉണ്ടാക്കി. സാധാരണ എങ്ങനെയാണ് ഇത് പബ്ലിക്കായി പറഞ്ഞിട്ടാണോ അത്തരം കാര്യങ്ങൾ ഉണ്ടാവുക? അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു KC വേണുഗോപാലിന് പിന്തുണയായിട്ട്. പിന്നെ അതിനുശേഷം അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു ഡൽഹി പോയി കാർഗേനെ കണ്ടു. കാർഗേനെ കണ്ടൊക്കെ പേഴ്സണൽ കാര്യം, അത് പുറത്തു പറയാൻ പാടില്ല. അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്, മിണ്ടാതിരുന്നിട്ട് ഇങ്ങനത്തെ കലാപം ഉണ്ടാക്കുന്നതിന് പകരം, കോൺഗ്രസിലും UDFലും കലാപം ഉണ്ടാക്കുന്നതിന് പകരം അദ്ദേഹം ചെയ്യേണ്ടത് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, ഹൈക്കമാൻഡിലെ തീരുമാനിക്കേണ്ടത്. പകരം അദ്ദേഹം ഇവിടെ KC വേണുഗോപാലിനെ ഇവിടെ കൊണ്ടുവന്ന് ഇതുവരെ കഴിഞ്ഞ 5 വർഷമായിട്ട് VD സതീശൻ നടത്തിയ ത്യാഗപൂർണമായ UDFനെ തിരിച്ചു കൊണ്ടുവരുന്നതിന് നടത്തിയ പോരാട്ടത്തെ ഒന്നുമല്ലാതാക്കുന്ന നടപടിയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇത് ശരിയല്ല. ഞാൻ കോൺഗ്രസ്സുകാരനല്ല, പക്ഷേ ഞാൻ UDF വരണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിരുദ്ധ സമീപനം കൊണ്ടാണ്. പിണറായി വിജയൻ എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോകണം. യാതൊരു നിയമങ്ങൾക്കും ബാധകമല്ല, പത്രസ്വാതന്ത്ര്യമില്ല, ആരെ വേണ ഏതെങ്കിലും ഒരു കേസ് എടുത്ത് അകത്താക്കാൻ കഴിയുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ, ഇരയാണ് ഞാൻ. കഴിഞ്ഞ 5 വർഷത്തോളം എനിക്കെതിരെ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് 41 ദിവസമാണ്. ഇത് പിണറായി വിജയന്റെ കിരാത ഭരണത്തിന്റെ കാരണം. അങ്ങനെ ഒരാളിഞ്ഞ് ഭരിക്കാൻ പാടില്ല. പത്രസ്വാതന്ത്ര്യം പൗരസ്വാതന്ത്ര്യമൊക്കെ ഉണ്ടാവണം ഇവിടെ. ഒരിക്കൽ അദ്ദേഹം ജയിലിൽ അടച്ചിട്ട് അടിയന്തരാവസ്ഥ സമയത്ത് ക്രൂരമർദ്ദനം ഏറ്റു എന്നൊക്കെ പറയുന്ന ഒരു കാര്യം മാത്രമാണ് അദ്ദേഹത്തോട് ബഹുമാനമുള്ളത്. മറ്റെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മുഖം വികൃതമാണ്. അദ്ദേഹം ജനാധിപത്യത്തിന് ചേർന്ന ആളല്ല, ഏകാധിപതിയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ മാറ്റാൻ വേണ്ടി ഏറ്റവും അധികം ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ വെട്ടിമാറ്റിയിട്ട് ഡൽഹിയിൽ നിന്ന് KC വേണുഗോപാലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് ഇവിടെ കലാപം ഉണ്ടാക്കാനും ഈ UDFനെ ഇല്ലാതാക്കാനും വേണ്ടിയിട്ടാണ് K. സുധാകരൻ ശ്രമിക്കുന്നത്. അതെന്തായാലും നല്ല കാര്യമല്ല. അദ്ദേഹത്തിന് എന്തോ പറ്റിയിരിക്കുന്നു, മാനസിക വ്യത എന്നാണെന്ന്, മാനസികമായി തകരാറുണ്ടെന്ന് ചിലർ പറയുന്നു. അദ്ദേഹത്തിന് വയസ്സായതിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. എന്തായാലും KC വേണുഗോപാലിനെ ഇങ്ങനെ ഇതാക്കുന്നുണ്ടെങ്കിൽ KC വേണുഗോപാൽ അവിടുന്ന് കൃത്യമായി K. സുധാകരനോട് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ന് വേണമെങ്കിൽ കരുതാൻ പറ്റും. കാരണം KC വേണുഗോപാൽ ഇതേപോലെ പല അട്ടിമറികൾക്കും വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള വിവരമാണ്. യഥാർത്ഥ കുറ്റവാളി ആരാണ്? KC വേണുഗോപാലാണ്. KC വേണുഗോപാൽ മുമ്പ് ഇലക്ഷന് മുമ്പ് എന്താ പറഞ്ഞത്? ഞാൻ ഇവിടേക്കൊന്നും വരാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു, പല തവണ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്താണ് മിണ്ടാത്തത് അദ്ദേഹം? അദ്ദേഹത്തിന് പരസ്യമായി പറഞ്ഞവിടെ K. സുധാകരൻ പറയുന്നതിന് ഞാൻ സന്തോഷിക്കുന്നു, പക്ഷെ ഞാൻ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യത്തിന് വരുന്നില്ല. ഇവിടെ VD സതീശൻ നടത്തിയ പോരാട്ടം നമ്മൾ അംഗീകരിക്കണം. അതിന് മുമ്പ് രമേശ് ചെന്നിത്തല 2016 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് ശക്തമായ പ്രവർത്തനമാണ് നടത്തിയത്. ഭാഗ്യമോ നിർഭാഗ്യമോ, ഇവിടെ കോവിഡൊക്കെ ഉള്ള കാലത്ത് അദ്ദേഹത്തിന് തുടർന്ന് അതുകൊണ്ടായിരിക്കാം, അല്ലാതെ ഇരിക്കാം, അദ്ദേഹം അടിത്തട്ട് വരെ VD സതീശനെ പോലെ പ്രവർത്തിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് ചടഞ്ഞുകൂടിയിരുന്നു, അല്ലാതെ താഴേക്കിറങ്ങി പ്രവർത്തിച്ചില്ല എന്നുള്ളതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പരാജയം. അദ്ദേഹം നല്ല പ്രതിപക്ഷ നേതാവായിരുന്നു. അപ്പൊ ഈ 2 പേരും ഇവിടെ ഉള്ളപ്പോൾ മൂന്നാമതൊരാളെ കെട്ടിറക്കേണ്ട യാതൊരു ആവശ്യമില്ല. അത് കേരളത്തിലെ UDFനെ സമ്പൂർണ്ണമായി നശിപ്പിക്കാനുള്ള മരുന്നാണ് K. സുധാകരനെ കൊണ്ട് KC വേണുഗോപാൽ ചെയ്യുന്നത്. അതായത് അങ്ങനെ കണ്ട് ചുടുചോറ് വാരിപ്പിക്കാന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതേപോലെയുള്ളൊരു കാര്യമാണ് K. സുധാകരനെ എന്ന ഒരു മഹാനായ ഒരു മനുഷ്യനെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്യിക്കുന്നത് എന്ന് വേണം കരുതാൻ.